ഗൈസ് ഇന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. സിംപ്ലസ്റ്റ് ഫോം ഓഫ് ചിക്കൻ കുറുമ കേട്ടോ. ഉമ്മച്ചിൻ്റെ റെസിപ്പിക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഒക്കെ സിമ്പിളായിരിക്കും, മീൻസ് ഒരുപാട് അങ്ങോട്ട് മെനക്കെടേണ്ട അല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികളാണ് ഉമ്മച്ചിൻ്റെ ഒരു പ്രത്യേകത. ഉമ്മച്ചിൻ്റെ കുക്കിംഗ് സ്റ്റൈലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൈസസൊക്കെ ഇട്ട്, പിന്നെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ ഞങ്ങൾ മറന്നു പോയതാട്ടോ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് അതൊക്കെ ഉള്ളിയൊക്കെ വാടി നല്ലോണം പോലെ ആകുമ്പോൾ മുളകൊക്കെ ഇട്ട് അതൊക്കെ നല്ല വാടി വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുക, അതൊക്കെ ചിക്കൻ ഇടുക. ചിക്കൻ അതും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വേവ് പാകമാകുമ്പം നമ്മളതൊക്കെ അരപ്പ് വരും. തേങ്ങ അരച്ചത് തന്നെ നമ്മൾ ആദ്യം തന്നെ കാഷ്യൂ കുറച്ച് ചൂടുവെള്ളത്തിൽ അത്യാവശ്യം നല്ല കാഷ്യൂ നട്ട്സ് ഇട്ടൊക്കെ. ആ കാഷ്യൂ ആണല്ലോ അതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. എനിക്കൊന്ന് ഇസ്റ്റുവിൻ്റെ മെയിൻ കാഷ്യൂ ആയിരിക്കും. ഇത് ഞങ്ങൾ ആദ്യം കാഷ്യൂ നട്ട് കുതിർക്കാൻ വെച്ചിരുന്നു. എന്നിട്ട് തേങ്ങ അരക്കുമ്പം അതും കൂടി കൂട്ടിയിട്ടാണ് തേങ്ങ അരച്ചത്. എന്നിട്ട് അത് ആ അരപ്പൊക്കെ ചിക്കനൊക്കെ അത്യാവശ്യം വന്നപ്പം പിന്നെ അതിൽ ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട് പിന്നെ മല്ലിച്ചപ്പിട്ട്. ഈ മല്ലിച്ചപ്പിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ, മല്ലിച്ചപ്പൊക്കെ ഇടുമ്പം അതിൻ്റെ അത് മൂക്കൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ സ്മെല്ല്, ആ കുറുമേൻ്റെ ആ ഒത്തൻറ്റിക് മണം നമ്മളെ മൂക്കിൻ്റെ ഉള്ളിൽ കടിച്ച് കയറും. നല്ല അടിപൊളി കുറുമേന്. ഞങ്ങൾ നെയ്ച്ചോറേനെ വെച്ചിട്ടുണ്ടായിന്. ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് കഴിക്കുമ്പോൾ, പക്ഷെ ഞാൻ മറന്നുപോയി ഗൈസ്.